പോൾ ജിൻസ്കോക്ക് ദ ഫ്യൂരിയസ് ഹോങ്കോങ് ആക്ഷൻ ഫിലിമാണ്. ചൈനീസാണ്, ഡയറക്ടർ ജപ്പാനീസ് ആണ്. ഇത് അറിയാലോ, പരിപാടി അറിയാലോ. ഈ ഹോങ്കോങ് ആക്ഷൻ ഫിലിംസിന്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർഷൽ ആർട്സ് ആയിരിക്കും. അത് 1970s മുതൽ ബ്രൂസ് ലീ, ജാക്കി ചാൻ, ജെറ്റ് ലീ, ഐ.പി. മാൻ തുടങ്ങി. ദാറ്റ്സ് എ ലെഗസി. അപ്പോൾ ആ ഒരു പരിപാടിയാണ് വൺ ആക്ഷൻ ഫിലിം. ഇപ്പം നിങ്ങൾ ദ റെയ്ഡ് കണ്ടു കാണും. റെയ്ഡാണ് നമ്മൾ റീസെൻ്റ്ലി ലാസ്റ്റ് 1 decade നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു ആക്ഷൻ ഫിലിം എന്ന് പറഞ്ഞാൽ റെയ്ഡാണ്. അതുകൊണ്ട് കിട്ടപ്പിടിക്കുന്ന ഒരു സാധനം. ഒരു 2 മണിക്കൂർ താഴെയുള്ളൂ, പക്ഷേ 1 ഫൈറ്റ് കൊറിയോഗ്രാഫി, 1 ഫൈറ്റ് സീക്വൻസ്. പിന്നെ ഇതിൽ പെർഫോം ചെയ്തിരിക്കുന്ന ഇതിലെ ആക്ടേഴ്സൊക്കെ റിയൽ ആക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണ്. വൂഷു അതുപോലത്തെ സാധനങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇതിലെ നായകൻ ഉൾപ്പെടെ. ഉള്ള പേരൊന്നും ഓർത്ത് പറയാൻ പ്രയാസമാണെന്നാണ് പറയാത്തത്. ഇതിൽ 2 പേരാ ഉള്ളത്. അപ്പോൾ ദ ബേസിക്, ദ യൂണിവേഴ്സൽ തീം ഇസ് വെൻ ഇറ്റ് കംസ് ടു ഫാമിലി ദാറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. എൻ്റെ പിള്ളേരെ തൊഴടാ എന്ന് ഞാനിട്ട് ചോദിക്കാനില്ലേ, അത് നിങ്ങളത് ദാറ്റ്സ് എ യൂണിവേഴ്സൽ തീം. ഇതിൻ്റെ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ കഥ എല്ലാ സ്ഥലത്തും ഉണ്ട്. യൂട്യൂബിലുണ്ട്, VMSലുണ്ട്, വിക്കിയിലുണ്ട്. കഥയൊന്നുമില്ല. ഒരു അച്ഛനും മകളും മകളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു, അച്ഛൻ പുറകെ പോകുന്നു. അത് എത്ര സിനിമ, അങ്ങനത്തെ 10,000 സിനിമ നമ്മൾ കണ്ടു കാണും. ബട്ട് സ്റ്റിൽ അത് നമുക്ക് ഇമോഷണലി ഡയറക്ട്ലി ഹുക്കാവുന്ന കാര്യമാണ്. ബിക്കോസ് ഇറ്റ്സ് ഫാമിലി. വെൻ കംസ് ടു ഫാമിലി നമുക്ക് ഇമോഷണലി പെട്ടെന്ന് അത് നിങ്ങൾ എത്ര സിനിമകൾ എടുത്തു നോക്കിയേ. ഇപ്പൊ ദൃശ്യം ഇത്രയും വോക്കാനുള്ള കാരണം എന്താ? അത് ഫാമിലിക്ക് വേണ്ടി എന്ത് ചെയ്യും. ബ്ലാസ്റ്റ് ദൃശ്യത്തിന് സെയിം തീമല്ലേ, ബട്ട് അത് ആക്ഷനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ പടം പോലെ ബ്ലാസ്റ്റ് ഇത്രയും കണക്ട് ആകുന്ന കാരണം എന്താ? ഇനിയിപ്പം അത് ഇപ്പൊ അച്ഛനാവാം, അച്ഛനും മകളും തമ്മിൽ റിലേഷൻഷിപ്പാവാം, വൈഫിനെ തട്ടിക്കൊണ്ടുപോയതാവാം. ജോൺ വിക്ക് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ജോൺ വിക്കിന്റെ വൈഫ് മരിച്ച ശേഷം ഒരു കാറും ഒരു പട്ടിക്കുഞ്ഞിനെ കൊന്നതിനാണ് പുള്ളി ഹലോ അപരാധം കാണിച്ചു വെച്ചേക്കുന്നത്, കൊന്ന് കൊല വിളിച്ചത്. അപ്പൊ അതാണ് നിങ്ങൾ കമലഹാസന്റെ മഹാനദി കണ്ടു നോക്ക്, മുള തട്ടിക്കൊണ്ടുപോയാ. ടേക്കൻ കണ്ടു നോക്ക്, മുള തട്ടിക്കൊണ്ടുപോയതാ. അത് വേറെ ലീഗാ മക്കളെ, അത് വേറെ ലീഗാ. നിങ്ങൾക്ക് അത് പെട്ടെന്ന് കണക്ട് ആവും നമുക്ക്. എസ്പെഷ്യലി ഫാദർ ഡോട്ടർ സാധനം, ദാറ്റ് ഫാദർഹുഡ്. ഒരു അച്ഛനും മോളെന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. നോട്ട് ഓൺലി ദാറ്റ്, ഭാര്യ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാലും. അപ്പൊ ഇത് ബ്രൂസ് ലീയുടെ എൻ്റർ ദ ഡ്രാഗൺ നിങ്ങൾ കണ്ടു കാണുമല്ലേ. അതിലെന്താ, പുള്ളിയുടെ പെങ്ങളെ കൊന്നതാ. അതാണ് പുള്ളി തീർത്ത് കളഞ്ഞ എല്ലാത്തിനെയും. അവിടെ കയറി അടിച്ചത് എൻ്റർ ദ ഡ്രാഗൺ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇത്തരത്തിലുള്ള ഈ മാർഷൽ ആർട്സ് റിലേറ്റഡ് അല്ലെങ്കിൽ ഈ ഹോങ്കോങ് ആക്ഷൻ ഫിലിംസ്, ഇതിന്റെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? റിവെഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ് ആയിരിക്കും. എല്ലാ സിനിമ നിങ്ങൾ ഇത്ര സിനിമ കണ്ടു നോക്ക്. നിങ്ങൾ ഇഫ് യു ആർ ആസ്പയറിംഗ് ഫിലിം മേക്കർ, നിങ്ങളുടെ ആക്ഷൻ ഫിലിം അല്ലെങ്കിൽ ഇത്ര ഒരു ചേസിങ് ഫിലിം എടുക്കുകയാണെങ്കിൽ ഒരൊറ്റ ഇമോഷൻ മതി. അത് ഇത്ര തവണ. ഇനി അടുത്ത ദിവസം നാളെ നെക്സ്റ്റ് ഫൈൻ മോർണിംഗ് ഒരു മകളെ തട്ടിക്കൊണ്ടുപോയി അച്ഛൻ അതിനെ ചേസ് ചെയ്ത് പ്രതികാരം ചെയ്യുന്ന സിനിമ ഐ വിൽ സ്റ്റിൽ ഫീൽ ദ സെയിം. ലിയോന്റെ കോഫി ഷോപ്പ് സീൻ എന്താ? ഇവരെ പുള്ളി അവിടെ നിന്നേ ലാസ്റ്റ് സാൻഡി കളിച്ച് കൊത്തി മുളത്ത് കയറി കുത്തുന്നു. ലാസ്റ്റ് മോളെ നേരെ പോയപ്പോ പണി പാളി. ലിയോ ദാസായി. ആ ഗൺ ഷോട്ട് സീനല്ലേ, ഗൺഫു എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് കുങ്ഫും ഗണ്ണും കൂടെ, അങ്ങനെ പല പരിപാടിയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വെൻ കംസ് ടു ഫാമിലി, അത് വല്ലാത്തൊരു സാധനം. അത് ഫാമിലിയുള്ള എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും. അല്ലാത്ത ആൾക്കാരും, അതായത് എല്ലാവർക്കും ഫാമിലി ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് നിങ്ങൾക്കൊരു ഫാദർഹുഡ്, മദർഹുഡ് അങ്ങനെ ഒന്നും സാധനം വേണമെന്ന് ഞാൻ പറയുന്നത്. ബട്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കര. ഞാൻ കുറച്ച് മുൻപ് ഒരു വീഡിയോ ഉണ്ട് മലപ്പുറത്ത്. അതായത് സ്വന്തം അനിയനെ പട്ടി കടിക്കുമ്പോൾ ലാൻഡ് ചെയ്യുക, സൂപ്പർമാനെ പോലെ, സ്പൈഡർമാനെ പോലെ. സ്വന്തം ചേട്ടൻ, ഹി വാസ് ഷർട്ട്ലെസ്. പുള്ളിക്ക് ഒരു സ്യൂട്ടും ഇല്ല, പുള്ളിക്ക് ഒരു കിറ്റും ഇല്ല, ഒന്നുമില്ല, ഒരു തേങ്ങയില്ല.
എന്നിട്ട് പുള്ളി അനിയനെ രക്ഷിച്ച് പട്ടീനെ തല്ലിക്കൊന്നു ലാസ്റ്റ്. അത് വെൻ ഇറ്റ് കംസ് ടു ഫാമിലി അത് ആ സാധനം വരും. അത് യൂണിവേഴ്സലി കണക്ട് ആവുന്നതുകൊണ്ടാണ് ഇത്തരം പടങ്ങൾ പിന്നെ യൂണിവേഴ്സലി വൺ റീച്ചിലേക്ക് പോകുന്നത്. ഈ പടം ജൂൺ 12 കണ്ടാണ് ചൈനയിൽ റിലീസ്. ടിഫില് ടൊറോണ്ടോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല് അതിന് മുൻപ് 2025 കാണിച്ചിട്ടുണ്ട് പടം. പക്ഷെ ഞാൻ ഇത് കാണാൻ നോക്കിയപ്പോൾ ഞാൻ റീലോഡിന്റെ ഒക്കെ കണ്ടിട്ടാണ്, റിവ്യൂ കണ്ടില്ല, റീലോഡിന്റെ ഒരു ഇത് കണ്ട് തമിഴിൽ കണ്ട് അന്യ സാധനം പറഞ്ഞിട്ട് അപ്പൊ തന്നെ ഇരിക്കപ്പുറത്തില്ല. കാരണം എനിക്ക് ആക്ഷൻ ഫിലിംസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇത്ര സിനിമകൾ കുത്തിയിരുന്ന് കാണും, റിപ്പീറ്റഡ്ലി കാണും. ഇപ്പൊ പുള്ളി കോയമ്പത്തൂരാൻ പോയിട്ടാണ് കണ്ടേക്കുന്നത്. ബട്ട് സർപ്രൈസിംഗ്ലി വേർഡ് ഓഫ് മൗത്ത് കൊണ്ടോ നല്ല റിപ്പോർട്ട്സ് വന്നുകൊണ്ടായിരിക്കാം പടം കാലിക്കറ്റൊക്കെ റിലീസായിട്ടുണ്ട്. അപ്പം ഒന്ന് എക്സ്പീരിയൻസാ. ഇതിൽ നത്തിങ് ന്യൂ. ഇപ്പൊ കുങ്ഫു എന്ന് പറഞ്ഞിട്ട് അത്, പക്ഷേ when it comes with ഇമോഷൻ അതിന് കോസ് ഉണ്ട് ഫൈറ്റ് ചെയ്യുന്നതിന്. വെറുതെ ഒരു അടിച്ച് തമാശ കളിക്കുമല്ലോ. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ മാർക്കോലൊക്കെ കണ്ടില്ല. അതായത് ഒരു കോസ് വന്നിട്ട് നമ്മളത് ഫൈറ്റ് ചെയ്ത് അത് ഇമോഷണലി കണക്ട് ആവുന്ന സമയത്ത് അത് വൻ പരിപാടി. ഇതിൽ രണ്ട് ആൾക്കാരുണ്ട്, രണ്ടുപേരും കിടില. അത് ഒരാള് വൂഷുവിന്റെ ഇതിലെ മെയിൻ നായകനായിട്ടുള്ള പുള്ളി വൂഷുവിന്റെ റിയൽ ചാമ്പ്യനാണ് സിനിമയ്ക്ക് വേണ്ടി. അതാണ് അത് 1-on-1 കോമ്പാറ്റ് ആണ്, മനസ്സിലായില്ലേ? ഇതിൽ വേറെ മറ്റേ റോപ്പിടലോ പറക്കലോ CG ഒരു പരിപാടി ഒന്നുമില്ല, VFX പണലോ ഒന്നുമല്ല. ഒടിക്കുക, അത് ക്യാപ്ചർ ചെയ്യാം. ഇത് ലാസ്റ്റ് ഒരു ട്രയോ ഫൈറ്റ് ഒക്കെ ഉണ്ട്. ട്രയോ ഫൈറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേരും പരസ്പരം ശത്രുക്കളാണ്. അപ്പൊ 3 പേരും പരസ്പരം അടിക്കും. ഇപ്പൊ 2 പേരും ഒരാളും ആണെങ്കിൽ ശരി, 3 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയാണ്. പിന്നെ കുറച്ച് എന്താ പറയാ, ഒരു ഓവർ ദ ടോപ്പ് സാധനമൊക്കെ ഉണ്ട്. എത്ര അടി കൊണ്ടാലും ചാവൂല, എത്ര ഉയരത്തും താഴെ വീണാലും ഒന്നും പറ്റൂല എന്നൊക്കെ ഉണ്ട്. ബട്ട് അതൊന്നും ഇവിടെ ഒരു ഡസൻ മാറ്റർ. കാരണം ആ പടം പോണത് അങ്ങനെയാണ്. ലാസ്റ്റിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഫൈറ്റൊക്കെ ഉണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ, അതായത് റെയ്ഡൊക്കെ പോലെ പടം തുടങ്ങി. പിന്നെ ഞാൻ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് ആകുമ്പോഴേക്കും ആ മോളുടെ ഫാദറായിട്ടുള്ള ഇമോഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതിന്റെ ഫൈനൽ ആക്ട്, അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സീഷോറിൽ അവരെങ്ങനെ അത് അവസാനിപ്പിച്ചത്. അങ്ങനെ പിന്നെ ഇതിന്റെ കളറിങ്, ഗ്രേഡിങ്, ഇതിന്റെ ഒരു മൊത്തം മൂഡ് ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന, ഇവർ യൂസ് ചെയ്തിരിക്കുന്ന മൊത്തം ആ ഒരു സാധനം ഉണ്ടല്ലോ. പിന്നെ ഇത് ചൈനീസ് അല്ല, ഇതിൽ ചൈനീസ് വളരെ റെയർ ആയിട്ട് സംസാരിക്കുന്നുള്ളൂ. ഇറ്റ്സ് എൻ ഇംഗ്ലീഷ് ഫിലിം അങ്ങനെ പറയാം. സാധാരണ ഈ ഹോങ്കോങ് ആക്ഷൻ ഫിലിംസ് ഒക്കെ പോലെ തന്നെ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ. കുറച്ച് കുട്ടികളും കുറച്ച് ആൾക്കാരൊക്കെയാണ് ചൈനീസ് സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ആക്ഷൻ ഫിലിം ലവേഴ്സിന് ഒരു വൺ ട്രീറ്റാണ്. കാരണം അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി അത് ഒരു ചുമ്മാ അല്ല. അതായത് നമുക്ക് അറിയാം കൊടുക്കും, 100% കൊടുക്കും, ചത്താനും വിടൂല. ഇതിൽ പുള്ളിയെടുത്ത് ചോദിക്കുന്ന ഒരു സാധനമുണ്ട്, അല്ല മെയിൻ ക്യാരക്ടറിൻ്റെ അടുത്ത് ഹോയ് എന്ന് ചോദിക്കണ്ട. പുള്ളി സംസാര ശേഷിയില്ലേ, അത് ഇത്ര സിനിമകൾ ഇവരെ കൊടുക്കുന്ന ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന സാധനം. പുള്ളിക്ക് സംസാരശേഷി ഇല്ലാത്തതുകൊണ്ട് തന്നെ പുള്ളി സംസാരിക്കാൻ പറ്റൂല. ഡോക്ടറിന് മാത്രമേ മനസ്സിലാവുള്ളൂ ഇയാൾ എന്താണ് സംസാരിക്കുന്ന. ബാക്കി പുള്ളി എഴുതി കാണിക്കുക. എന്തിനാ സംസാരം എന്തിനാ സംസാരം? അടിയല്ലേ, അടിക്കുമ്പോ എന്തിനാ സംസാരം? ഡയലോഗ് അടിയില്ലല്ലോ. ഇവിടുത്തെ സിനിമയിലെ പോലെ പിന്നെ 1.5 പേജ് ഡയലോഗ് അടിച്ചിട്ട് അടിക്കലല്ലോ. സംസാരശേഷി ആവശ്യമേ ഇല്ല, അടിയാണ് അടി. ഇതൊക്കെ നല്ല തിയേറ്ററിൽ നിന്ന് കാണണേ, നല്ല അറ്റ്മോസ്ഫിയറിൽ, നല്ല സ്ക്രീനിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിൽ കാണാം. ഇന്റർവെല്ലൊന്നും ആവശ്യമില്ല. അതിവിടെ പിന്നെ അറിയാലോ, ആൾക്കാർക്ക് ഇടയ്ക്ക് പുറത്ത് പോകുന്നതുകൊണ്ട് ഇന്റർവെൽ ഇടുന്നു. ഒറ്റ സ്ട്രെച്ചിൽ കാണാൻ പറ്റുന്ന കിടിലൻ സിനിമ ദ ഫ്യൂരിയസ്.